ഹോർമുസിലെ സമുദ്ര സുരക്ഷ ചർച്ച ചെയ്ത് ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ബിസിനസ് സെമിനാർ സംഘടിപ്പിച്ചു. AI ട്രാഫിക് സുരക്ഷാ സംവിധാനം റോയൽ ഒമാൻ പോലീസിന് ആഗോള അംഗീകാരം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. സമുദ്ര സുരക്ഷയും നിലവിലെ പ്രാദേശിക സാഹചര്യങ്ങളും നയതന്ത്ര നീക്കങ്ങളും ചർച്ച ചെയ്ത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഫോണിൽ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും മേഖലയിൽ സുസ്ഥിരമായ സമാധാനം ഉറപ്പാക്കാനുമുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ അടിയന്തര ചർച്ച നടന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഇരു രാജ്യങ്ങളും പ്രത്യേകം ചർച്ച ചെയ്തു. കപ്പലുകൾക്ക് തടസ്സമില്ലാതെയും സുരക്ഷിതമായും ഹോർമുസിലൂടെ കടന്നു പോകാനുള്ള സാഹചര്യം ഉറപ്പാക്കേണ്ടത് തീരദേശ രാജ്യങ്ങളായ ഒമാന്റെയും ഇറാന്റെയും സംയുക്ത ഉത്തരവാദിത്തമാണെന്ന് ഇരുപക്ഷവും ചൂണ്ടിക്കാട്ടി. നിലവിലുള്ള ഭിന്നതകൾ സൈനിക നീക്കങ്ങളിലൂടെയല്ല, മറിച്ച് സമഗ്രവും നീതിപൂർവവുമായ രാഷ്ട്രീയ സമീപനങ്ങളിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ എന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി ഒമാനും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി നയതന്ത്ര ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരാൻ ഇരു വിദേശകാര്യ മന്ത്രാലയങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഒമാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറായ സെപയുടെ പ്രായോഗിക വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി മസ്കത്തിൽ ബിസിനസ് സെമിനാർ സംഘടിപ്പിച്ചു. മസ്കത്തിലെ ഇന്ത്യൻ കൺസൾട്ടൻസിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് പ്രമുഖർ പങ്കെടുത്തു. കസ്റ്റംസ് നടപടികൾ, ഇറക്കുമതി തീരുവയിലെ ഇളവുകൾ, ഉൽപ്പന്നങ്ങളുടെ ഉറവിട നിയമങ്ങൾ, വിവിധ മേഖലകളിലെ പുതിയ അവസരങ്ങൾ എന്നിവ സെമിനാറിൽ വിശദമായി ചർച്ച ചെയ്തു. വിവിധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറക്കുന്നതിലൂടെയും കസ്റ്റംസ് നടപടികൾ ലളിതമാക്കുന്നതിലൂടെയും ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ചരക്കു നീക്കം കൂടുതൽ സുഗമമാക്കാൻ സെപ സഹായിക്കുമെന്ന് ചർച്ചയിൽ വിലയിരുത്തി. ചില്ലറ വ്യാപാരം, സ്വർണ്ണാഭരണങ്ങൾ, നിർമ്മാണ മേഖല, ഉൽപാദനം, ആരോഗ്യ സംരക്ഷണം, ലോജിസ്റ്റിക് തുടങ്ങിയ വിവിധ മേഖലകളെക്കുറിച്ചും പ്രത്യേകം ചർച്ചകൾ നടന്നു. കരാറിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുന്നതിന് കൃത്യമായ രേഖകളും യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കസ്റ്റംസ് പരിശോധനകൾക്കായി കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കണം. വ്യാപാരം ലളിതമാക്കുന്നതിനായി സിംഗിൾ വിൻഡോ സംവിധാനങ്ങൾ, പ്രീ അറൈവൽ പ്രോസസ്സിംഗ്, അതിവേഗ ക്ലിയറൻസ് സംവിധാനങ്ങൾ എന്നിവയും കരാറിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി ബിസിനസ് തടസ്സങ്ങൾ കുറയ്ക്കാനും കൃത്യമായ ആസൂത്രണം നടത്താനും സാധിക്കും. ചരക്ക് നീക്കത്തിന് പുറമെ ആരോഗ്യ പരിപാലനം, വിദ്യാഭ്യാസം, ഡിജിറ്റൽ വ്യാപാരം, ചെറുകിട ഇടത്തര സംരംഭങ്ങൾ എന്നിവയ്ക്കുള്ള അവസരങ്ങളും സെമിനാറിൽ ചർച്ചയായി. കൊച്ചി ആസ്ഥാനമായുള്ള MTS ലീഗലിലെ നിയമവിദഗ്ധരായ ശരൺ ഷാഹിയർ, ആഞ്ചലീന ജോയ്, ശ്വേത മരിയ സോളമൻ എന്നിവർ കരാറിന്റെ വിവിധ നിയമവശങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ദീർഘകാല സാമ്പത്തിക ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കാനും ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് മേഖലകൾക്ക് പുതിയ വാതായനങ്ങൾ തുറക്കാനും ഈ കരാർ വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ട്രാഫിക് സുരക്ഷയ്ക്കായി വിജയകരമായി നടപ്പാക്കിയ റോയൽ ഒമാൻ പോലീസിന് അന്താരാഷ്ട്ര അംഗീകാരം. ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ നിയമനിർമ്മാണത്തിനായുള്ള ആഗോള സാങ്കേതിക സമിതിയിലേക്ക് ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ മേഖലയെ പ്രതിനിധീകരിക്കാൻ ഒമാനെ തിരഞ്ഞെടുത്തു. ഈ അന്താരാഷ്ട്ര സമിതിയിൽ പങ്കെടുക്കുന്ന ഏക സുരക്ഷാ സൈനിക വിഭാഗം കൂടിയാണ് റോയൽ ഒമാൻ പോലീസ്. ഇന്റർനാഷണൽ റോഡ് ഫെഡറേഷന്റെ 2025 ആഗോള അവാർഡിൽ ഒമാൻ പോലീസ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിന് പിന്നാലെയാണ് പുതിയ നേട്ടം. ഗതാഗത നിയന്ത്രണത്തിനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അഡ്വാൻസ്ഡ് ഡാറ്റ അനലിറ്റിക്സും ഫലപ്രദമായി ഉപയോഗിച്ചതാണ് ഒമാനെ നേട്ടത്തിലേക്ക് നയിച്ചത്. AI അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളും മികച്ച ഗതാഗത നയങ്ങളും രാജ്യത്തെ റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലും അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഒമാനും ഷാർജയിലെ തുറമുഖങ്ങൾക്കും അതിർത്തി കവാടങ്ങൾക്കും ഇടയിലുള്ള ലോജിസ്റ്റിക് ഇടനാഴി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒമാനിൽ നിന്നുള്ള ചരക്ക് ലോറികൾക്ക് ടോൾ ഇളവ് പ്രഖ്യാപിച്ചു. ഷാർജ പോർട്സ് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺസ് അതോറിറ്റിയും ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും സംയുക്തമായാണ് പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് അംഗീകൃത ലോജിസ്റ്റിക് ഇടനാഴി വഴി സർവീസ് നടത്തുന്ന ഒമാനിൽ നിന്നുള്ള ട്രക്കുകൾക്ക് ഷാർജ എമിറേറ്റിലുടനീളമുള്ള ടോൾ ഗേറ്റുകളിൽ ഇളവ് ലഭിക്കും. ചരക്കു നീക്കം കൂടുതൽ സുഗമമാക്കാനും കമ്പനികളുടെ ഉപഭോക്താക്കളുടെയും പ്രവർത്തന ചെലവ് കുറക്കാനും ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക് മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഈ പുതിയ തീരുമാനം സഹായിക്കും. സുഹാർ തുറമുഖം, ദുഗം തുറമുഖം, സലാല തുറമുഖം അടക്കം നിരവധി ഒമാനി തുറമുഖങ്ങളെ ഈ ഇടനാഴി ബന്ധിപ്പിക്കുന്നുണ്ട്.
കിഴക്ക് പടിഞ്ഞാറൻ തീരങ്ങളെ ബന്ധിപ്പിച്ചുള്ള സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്നതാണ് ഈ ലോജിസ്റ്റിക് കോറിഡോർ. ഇടനാഴി മുഖ്യമായും ഷാർജയിലെ ഗത്മത് മലാഹ ബോർഡർ ക്രോസിംഗ്, അൽമദാം ബോർഡർ ക്രോസിംഗ് എന്നീ ഇടങ്ങളിലൂടെയാണ് പ്രവർത്തിപ്പിക്കുക. എല്ലാവിധ ഔദ്യോഗിക നടപടികളും പൂർത്തിയായതിനു പിന്നാലെ മെയ് 14 മുതൽ ഇടനാഴിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഗത്മത് മലാഹ വഴി ഖാലിദ് തുറമുഖത്തിൽ നിന്ന് സോഹർ തുറമുഖത്തിലേക്കുള്ള ആദ്യ ചരക്കു നീക്കം നടത്തുകയും ചെയ്തു. സമുദ്രകര ഗതാഗതങ്ങളെ സംയോജിപ്പിക്കുന്ന ഈ ഇടനാഴി തടസ്സമില്ലാത്ത ലോജിസ്റ്റിക് വിപുലീകരണം നടത്തുന്നതിലൂടെ വിപണി പ്രവേശം വിപുലീകരിക്കുകയും പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.